ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്കിനി ഒരു മാങ്ങാച്ചാർ കൂടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കഴുകി ഒരു കോട്ടൺ കൊണ്ട് തുടച്ചതിന് ശേഷം ഒട്ടും നനവില്ലാതെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഈ മാങ്ങ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഉപ്പിട്ട്. അപ്പോൾ ആ മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഊറിക്കിട്ടും. അതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ അരമണിക്കൂർ അവിടെ മാങ്ങ അങ്ങിരിക്കട്ടെ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാനിതാ നല്ലെണ്ണ, ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് ചെയ്യുക. എൻ്റെ ഈ ചട്ടിക്ക് പ്രത്യേകിച്ച് നല്ല അടിച്ചോട് കട്ടിയുള്ളതായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനത് ഒന്ന് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ട് അതിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടണം. ഒത്തിരി മൂത്ത് പോയാൽ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഒത്തിരി മൂത്ത് പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കടുക് പൊടിച്ചത് കേട്ടോ, അതും കൂടി 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് മാത്രം മതി, ഒരുപാട് ചൂട് വേണ്ട. ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. തീ ഞാൻ പിന്നെ കത്തിക്കുന്നില്ല. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് ചെയ്യുക, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയിൽ ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും തികയത്തില്ല, നമുക്കറിയാമല്ലോ ഒരളവൊക്കെ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമുളക് തിന്നിട്ടും തിളയ്ക്കുന്നുണ്ട് കണ്ടോ, ചട്ടിയുടെ ചൂടായിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മുളക് പൊടി സ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അകത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ നല്ലപോലെ. അപ്പോൾ കണ്ടോ, ഈ മാങ്ങയുടെ ഊറി വന്ന വെള്ളം മാത്രമാണ്, വേറെ വെള്ളമോ വിനാഗിരിയോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ ചട്ടി ഇപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ചൂടൊന്നുമില്ല. ഒത്തിരി ചൂടിൽ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാങ്ങ വെന്ത് പോകും. അപ്പോൾ കടുമാങ്ങയുടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതനുസരിച്ച് ചൂടെല്ലാം മാറിയതിന് ശേഷം ചെയ്യുക. ഒരുപാട് ചൂടോട് കൂടി ഇട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുമാങ്ങ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ അച്ചാർ എല്ലാം ഓണസദ്യ എന്ന് പറയുമ്പോൾ അങ്ങനെ മാങ്ങയും നാരങ്ങയും ഇഞ്ചിയും എല്ലാം കാണത്തില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു ബോട്ടിലിൽ കോരി വെച്ചാലുണ്ടല്ലോ, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചാറ് ആവശ്യത്തിന് ആ മാങ്ങയിൽ നിന്നുള്ള നീര് തന്നെ നിറഞ്ഞ് ചാറൊക്കെ ആവശ്യത്തിന് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും മുന്നോട്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്.